ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. നിശബ്ദ പ്രചാരണ കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. ദേശീയ നേതാക്കളും രംഗത്ത്. വിധിയെഴുത്തിന് ഇനി 7 നാൾ. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ രാത്രി 9 വരെ അടച്ചിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമം 2014 ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബിൽ ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി അമരാവതിക്ക് നിയമപരമായ പദവി നൽകുന്നതാണ് ബിൽ. ഇതോടെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമാകും. ജൻവിശ്വാസ് ഭേദഗതി ബിൽ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പൊതുഭരണം ബിൽ ലോക്സഭ ചർച്ചയ്ക്കെടുത്തു. രാജ്യസഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളോട് അനുബന്ധിച്ചുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണ കാലയളവിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകൾക്കും നിർദ്ദേശം ബാധകമാണ്. നിശബ്ദ പ്രചാരണ വേളയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ ഗുണകരമാകുന്നതോ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതോ ആയ കാര്യങ്ങൾ ഉൾപ്പെടുത്തരുത് എന്ന് TV, റേഡിയോ ചാനലുകൾക്കും കേബിൾ നെറ്റ്വർക്കുകൾക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 9 രാവിലെ 7 മണി മുതൽ 29 തീയതി വൈകുന്നേരം 6:30 വരെ എക്സിറ്റ് പോളുകൾ നടത്തുന്നതും ഫലങ്ങൾ അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് 7 ദിവസം ബാക്കി നിൽക്കെ ചൂടേറിയ പ്രചാരണവുമായി മുന്നണികൾ. ദേശീയ നേതാക്കളെ അടക്കം മണ്ഡലങ്ങളിൽ എത്തിച്ച് പ്രചാരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലും എത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി കണ്ണൂരിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥികൾക്കായി തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രചാരണത്തിലുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കോഴിക്കോട്ടും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കൊച്ചിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പ്രകടന പത്രികകൾ LDF, UDF മുന്നണികൾ ഇന്ന് പുറത്തിറക്കി. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. UDFന്റെ പ്രകടന പത്രിക കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ചേർന്ന് പുറത്തിറക്കി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം തുടങ്ങിയവയാണ് UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, റീചാർജ് ഉള്ള ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, എയിംസ് തുടങ്ങിയവ ഉൾപ്പെടുത്തി പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം NDA പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവല്ലയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. നാളെയും മറ്റന്നാളും ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ MC റോഡിൽ തിരുവല്ല മുതൽ ചങ്ങനാശ്ശേരി വരെയാണ് നിയന്ത്രണം. തിരുവല്ല മുനിസിപ്പൽ പബ്ലിക് സ്റ്റേഡിയം മുതൽ ചങ്ങനാശ്ശേരി NSS കോളേജ് റോഡിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. ജില്ലയിലാകെ 3956 പെരുമാറ്റച്ചട്ട ലംഘന കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച 207 ചുവരെഴുത്തുകൾ, 1949 പോസ്റ്ററുകൾ, 302 ബാനറുകൾ, മറ്റ് പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ ആകെ 3773 കേസുകൾ പൊതുയിടങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 3764 എണ്ണം ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട്. അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികളുടെ മതിലുകളിലും കെട്ടിടങ്ങളിലും പ്രചരണം നടത്തിയതിന് 183 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തി. വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തിയത്. പോളിംഗ് ബൂത്തുകളിലേക്ക് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുൻപുള്ള അവസാന സജ്ജീകരണങ്ങളാണ് കാൻഡിഡേറ്റ് സെറ്റിംഗിന്റെ ഭാഗമായി പൂർത്തീകരിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിനുള്ള സി വിജിൽ ആപ്പിലൂടെ വയനാട് ജില്ലയിൽ ഇന്ന് ലഭിച്ച 304 പരാതികളും പരിഹരിച്ചു. ജില്ലയിൽ ഇതുവരെ 3287 പരാതികളാണ് സി വിജിൽ ആപ്പ് വഴി ലഭിച്ചത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 29 നടക്കുന്ന 2ാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 9 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. ഈ മാസം 13 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് മതിയായ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പശ്ചിമേഷ്യൻ സാഹചര്യം സംബന്ധിച്ച അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സാഹചര്യം കണക്കിലെടുത്ത് നിർണായക പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഈ വർഷം ജൂൺ 30 വരെ പൂർണ്ണമായി കസ്റ്റംസ് തീരുവ ഇളവ് നൽകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അംഗം സഞ്ജയ് മംഗൽ അറിയിച്ചു. അതേസമയം മുൻകൂർ അംഗീകാരങ്ങൾ കൈവശമുള്ളവർക്ക് കയറ്റുമതി ചുമതലകൾ നിറവേറ്റുന്നതിന് ഓഗസ്റ്റ് 31 വരെ 3 മാസത്തെ അധിക സമയം നൽകിയിട്ടുണ്ടെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ലാവ് അഗർവാൾ അറിയിച്ചു. ഇതുവരെ 845 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1200 ഇന്ത്യൻ പൌരന്മാർക്ക് ഇറാനിൽ നിന്ന് അർമേനിയയിലേക്കും അസർബൈജാനിലേക്കും കരമാർഗം കടന്നുപോകാൻ സൌകര്യമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. So far, we have facilitated 1,200 Indian nationals, which includes 845 Indian students, to exit Iran via the land border into Armenia and Azerbaijan. Of these, 996 crossed over into Armenia and 204 into Azerbaijan. We thank the authorities in Armenia and Azerbaijan for their support in facilitating the safe transit of Indian nationals from Iran. യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വൈകുന്നേരത്തോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടു. ശംഖുമുഖം കടപ്പുറത്താണ് ആറാട്ട് ചടങ്ങുകൾ. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ രാത്രി 9 വരെ അടച്ചിടും. ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല നാളെ. ദേശങ്ങളിൽ ആനച്ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നാളത്തെ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നെന്മാറയിൽ ഇന്ന് ആണ്ടിവേലയും വല്ലങ്ങിയിൽ താലപ്പൊലിയും അരങ്ങേറും. വേലയുടെ മുഖ്യ ആകർഷണമായ ബഹുനില ആനപ്പന്തലുകൾ വൈകിട്ടോടെ പൂർണ്ണമായും ദീപാലങ്കൃതമാകും. 100 അടിയിലധികം ഉയരത്തിൽ കൊട്ടാര മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓരോ പന്തലിലും 2.5 ലക്ഷത്തിലധികം ചെറു ബൾബുകളാണ് മിന്നിത്തിളങ്ങുക. നാളെ വൈകിട്ടാണ് ഗജവീരന്മാരുടെ അകമ്പടിയോടുള്ള എഴുന്നള്ളത്ത് പന്തലുകളിൽ അണിനിരക്കുക. വേലയോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാവിലെ വരെ നെന്മാറയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. നിശബ്ദ പ്രചാരണ കാലയളവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. ദേശീയ നേതാക്കളും രംഗത്ത്. വിധിയെഴുത്തിന് ഇനി 7 നാൾ. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. കുരിശുമരണത്തിന്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ രാത്രി 9 വരെ അടച്ചിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.